ഹലോ അഗെയിൻ ബാക്ക്. ഓക്കെ, സോ ഞാൻ പരം സുന്ദരി കാണാൻ പോയി. അങ്ങനെ എനിക്ക് കാണണം എന്ന് ഭയങ്കര ഒരു ആഗ്രഹമുള്ള മൂവിയായിരുന്നു. എന്താണെന്നറിയത്തില്ല, എനിക്കതൊരു ഒരു വൈബ് ഫീൽ ചെയ്തു. ലൈക്ക് എസ്പെഷ്യലി വിത്ത് റീൽസ്, പാട്ടൊക്കെ എല്ലാം അടിപൊളിയായിരുന്നു. എസ്പെഷ്യലി ബിഗി സാരി, എന്താ അല്ലേ, അടിപൊളി പാട്ട്. ഓക്കെ, സോ ഞാൻ ഇതുവരെ കണ്ടതുമായിട്ടുള്ള റിവ്യൂസ് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിവ്യൂ ആണ്. അത് എത്ര പേർക്ക് ഇഷ്ടപ്പെടും എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, സിനിമ തുടങ്ങുമ്പം തന്നെ എനിക്കത് ഫസ്റ്റ് കണ്ടപ്പോൾ ഒരു ചെന്നൈ എക്സ്പ്രസ് ആ മൂവി പോലെയാണെന്നുള്ള ഒരു കോൺസെപ്റ്റായിരുന്നു. കുറേ ക്രൂഷ്യൽ കോൺട്രവേഴ്സീസൊക്കെ ഞാൻ ആ സിനിമയെ കുറിച്ച് കേട്ടായിരുന്നു. എസ്പെഷ്യലി വിത്ത് തേക്കപ്പെട്ട സുന്ദരി ദാമോദരൻ പിള്ളൈ, വാട്ട് എവർ ഇറ്റ് ഈസ്. അത് കേൾക്കുമ്പോൾ ഇത്തിരി കോമഡി ആയിട്ട് തോന്നും. ഞാനിങ്ങനെ ആലോചിക്കും, തേക്കപ്പെട്ട് അത് എനിക്ക് മനസ്സിലായില്ല, അത് എന്താണ് അവരുദ്ദേശിച്ചത്. പിന്നെ ആ സിനിമ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് തെക്കേ പാട്ട് എന്ന് പറയുന്ന ഒരു ഇതാണെന്ന്, ഒരു കുടുംബ പേരാണെന്ന്. ഓക്കെ, അത് ആക്ച്വലി ഈ സിനിമ ഇത്രയും അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യാൻ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എസ്പെഷ്യലി ആ ക്യാരക്ടർ ജാൻവി കപൂർ അഭിനയിച്ചത് കൊണ്ട് മാത്രമാണ്. അതിന് പകരം നമ്മളെ സ്വന്തം മലയാളത്തിലെ നടിമാരായിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും ആ ഒരു ഫീൽ വരില്ല. പിന്നെ അതിൽ ഇടയ്ക്കുള്ള ക്യാമിയോ. ഓക്കെ, പരം സുന്ദരി ഇന്നലെ ഹാഫ് വേയിൽ എനിക്കത് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. ബിക്കോസ് എൻ്റെ ഫോണിൽ സ്റ്റോറേജ് തീർന്നു എന്ന് പറഞ്ഞ് കാണിച്ചു. പിന്നെ കുറേ ഫോട്ടോസൊക്കെ ഡിലീറ്റ് ചെയ്തു, ബട്ട് സ്റ്റിൽ ഒന്നും വർക്കായില്ല. പിന്നെ സ്റ്റോറേജ് വാങ്ങേണ്ട അവസ്ഥയിലേക്ക് എത്തി. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞു വന്നതിൻ്റെ ബാക്കി എന്ന് പറഞ്ഞാൽ പരം സുന്ദരീനെ കുറിച്ചായിരുന്നു. അതിനകത്ത് കുറേ കേരളത്തിന് എന്താ പറയുക, കേരളം ഇങ്ങനെയാണ്, അത് ലൈക്ക് അങ്ങനെ കുറേ ബ്യൂട്ടിഫൈ ചെയ്ത് പറയാൻ അതിനകത്ത് കുറേ ലൈക്ക് സീനിക് ബ്യൂട്ടി ഒക്കെ ഉണ്ടെങ്കിലും ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ ജാൻവി കപൂർ തെങ്ങ് കയറുന്നത്, യൂഷ്വലി കേരളത്തിലെ പെൺപിള്ളേർ സോ കേരളത്തിലെ പെൺപിള്ളേർ തെങ്ങ് കയറാറില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ വേറെയും കുറച്ച് കാര്യങ്ങൾ എനിക്കിഷ്ടപ്പെട്ടില്ല. ലൈക്ക് 97 ലിറ്ററസി റേറ്റ് എന്ന് പറഞ്ഞിട്ട് സിദ്ധാർത്ഥ് മൽഹോത്ര എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ളൊരു സീനുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട് കേരളത്തിന് ലൈക്ക് 97% ആണ് ലിറ്ററസി റേറ്റ് എന്നൊക്കെ പറയും. എന്നിട്ട് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഡ്രങ്കനായിട്ടുള്ള ടാക്സി ഡ്രൈവർ, ദെൻ ബസ്സിൽ ഉള്ള ആ ഒരു എന്താ പറയുക റഷും കാര്യങ്ങളും. ആക്ച്വലി ഇതൊക്കെ എല്ലായിടത്തും ഹാപ്പൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിങ്ങനെ ഭയങ്കരമായിട്ട് അത് നോട്ട് ചെയ്ത് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. നോ, ലൈക്ക് പിന്നെ പൊതുവേ ഞാൻ മൊത്തം കേട്ടതെന്ന് പറഞ്ഞാൽ, മൊത്തത്തിലുള്ള ഇതെന്ന് പറഞ്ഞാൽ ജാൻവി കപൂറിൻ്റെ കാസ്റ്റിങ്ങിനെ കുറിച്ചായിരുന്നു. എനിക്ക് ഒബ്വിയസ്ലി പിന്നെ പുള്ളിക്കാരിയുടെ മലയാളം സ്ലാങ് കൈൻഡ് ഓഫ് ഭയങ്കര കോമഡി ആയിരുന്നു. അതായിരുന്നു ആക്ച്വലി ഏറ്റവും കൂടുതൽ എൻ്റർടൈനിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം നമുക്ക് ഭാഷ നന്നായിട്ട് അറിയാവുന്നത് കാരണം നമുക്ക് ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര കോമഡി ആയിട്ട് തോന്നും. ഇപ്പോൾ ഫോറിനേഴ്സ് തന്നെ മലയാളം സംസാരിക്കുമ്പോൾ നമുക്കതൊരു ഫണ്ണി ആയിട്ട് തോന്നത്തില്ല, അതുപോലത്തെ ഒരു ഫീലായിരുന്നു. അല്ലാണ്ട് എനിക്ക് വേറെ എന്താ പറയുക, ഓവറോൾ ഒരു എൻ്റർടൈനിങ് മൂവിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു, കണ്ടിരിക്കാൻ പറ്റും, ചിരിക്കാനും ഒത്തിരി കാര്യങ്ങളുണ്ട്. പിന്നെ ഇടയ്ക്ക് അതിനകത്തുള്ള ക്യാമിയോ റോൾസ് ആയാലും എല്ലാവരും ഭയങ്കര അടിപൊളിയായിരുന്നു. എല്ലാവർക്കും എന്താ പറയുക, ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള സ്ക്രീൻ സ്പേസ് ഉണ്ടായിരുന്നു. കൊള്ളാം, നല്ല ഒരു മൂവി, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. സത്യം പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല.